നയനയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നാളത്തെ കഥയെ നമ്മൾ കാണുന്ന ആദർശ് മാളവികയെ വിളിക്കുകയാണ്. കാരണം സേവിയർ വിളിച്ചിട്ട് ആദർശനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഡേവിഡ് എക്സ് എന്ന് പറയുന്ന അയാളെ വിളിക്കുന്നുണ്ടെന്ന്. പക്ഷെ അതൊന്ന് കണ്ടെത്താനായിട്ട് പറ്റിയില്ല. ആരെയാ വിളിക്കുന്നത്, എന്താ സംസാരിക്കണമെന്നൊന്നും അറിയാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഒടുവില് മാളവിയെ വിളിച്ച് മാളവിയോട് കാര്യങ്ങളൊക്കെ ആദർശ് പറയുന്നുണ്ട്. ഇപ്പൊ ഡേവിഡ് ഒരാളോട് സംസാരിക്കുന്നുണ്ട്. അതാരാ എന്താന്ന് നമുക്ക് അറിയാൻ സാധിക്കുമായിരുന്നെങ്കിൽ. അത് കേട്ടപ്പോ മാളവി പറഞ്ഞു, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. ഒരു കാര്യം ചെയ്യാം, നീ പതുക്കെ അങ്ങോട്ടേക്ക് ചെന്ന് നോക്ക്, അവരെന്താ സംസാരിക്കണേന്ന് ഒരു പക്ഷെ കുറച്ചെങ്കിലും ഒന്ന് കേൾക്കാൻ പറ്റിയാലോ എന്നൊക്കെ പറഞ്ഞു. മാളവി പറഞ്ഞു, ഞാൻ ഇപ്പൊ തന്നെ പോകാന്ന് പറഞ്ഞു. അങ്ങനെ ഡേവിഡിന്റെ ക്യാബിന്റെ അങ്ങോട്ടേക്ക് ചെല്ലുവാണ്. ഈ സമയത്ത് ഡേവിഡ് നാഗേന്ദ്രനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കണേ. നാഗേന്ദ്രനോട് കാര്യങ്ങൾ പറയണം. നവ്യ വന്ന കാര്യങ്ങളെല്ലാം അതിനെക്കുറിച്ചെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നാഗേന്ദ്രൻ പറഞ്ഞു, കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ട്. അവളെ വെച്ച് നമുക്ക് കുറച്ചു കാലം ഇങ്ങനെ മുന്നോട്ട് പോണം. പിന്നെ അതിനുശേഷം അറിയാലോ, ഇതിന്റെ ക്ലൈമാക്സ് ഈ കഥയുടെ എത്തുമ്പോഴത്തേനും അവള് പിന്നെ നമ്മുടെ കമ്പനിയിൽ ഉണ്ടായിരിക്കില്ല, അബിയുടെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല. അപ്പോഴേക്കും അവളെ നമുക്ക് തുരുത്തണം. പിന്നെ ഈ വിഷുവിനോട് കൂടിയിട്ട് പല കാര്യങ്ങളും സംഭവിക്കും. മൂർത്തി ജ്വല്ലറി തകർന്ന് തരിപ്പണമായപ്പോ ആ സമയത്ത് ഞാൻ ആരാ എന്താന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പുറത്തു പറയുമെന്ന് പറഞ്ഞു. ഡേവിഡ് പറഞ്ഞു, അത് മതി സാറേ, അത് തന്നെ മതി. എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിലൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. അതോർത്തിട്ട് സാറ് ടെൻഷൻ അടിക്കണ്ടേ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഭംഗിക്ക് ചെയ്യുന്നുണ്ട്. നവ്യ എന്താണെങ്കിലും എന്നെ വിശ്വസിച്ച മട്ട, അതുകൊണ്ട് ഇനിയിപ്പോ പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ലാന്ന് പറഞ്ഞു. സാറ് പറഞ്ഞോളെ തന്നെയല്ലേ അവളോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു വിട്ടിരിക്കുന്നേ, അതുകൊണ്ട് ആ കാര്യത്തിൽ എനിക്കൊരു സംശയമില്ലാന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് സമയം കൂടെ സംസാരിച്ചിട്ടാണ് ഡേവിഡ് കോള് കട്ട് ചെയ്യുന്നത്. ഈ സമയത്ത് മാളവി അങ്ങോട്ടേക്ക് വന്നു. മാളവി അപ്പൊ കുറച്ച് കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. സാറെന്നൊക്കെ വിളിച്ചാണ് സംസാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും ഇയാൾക്ക് മേളിലുള്ള ഒരാളാണ്. കാരണം ഇയാൾ ഇത്ര ബഹുമാനത്തോടെ സംസാരിക്കണമെങ്കിൽ അതങ്ങനെയാണ്. ഇയാൾ പറയുന്നതെല്ലാം കള്ളമാണ്. കാരണം ഇതിന് മുകളിൽ ആരോ ഒരാളുണ്ട് എന്നൊരു കാര്യം മാളവിക്ക് ഉറപ്പായി. അങ്ങനെ മാളവിയെ അങ്ങോട്ട് കയറി വന്നിച്ചപ്പോഴത്തേനും ഡേവിഡ് വെച്ച് എന്താന്ന് ചോദിച്ചു. പിന്നീട് മാളവി പറഞ്ഞു, അതെ, ഈ ഡിസൈൻ്റെ ഒരു ഡൗട്ട് ചോദിക്കാൻ വേണ്ടി അതിനെക്കുറിച്ച് വന്നാന്ന് പറഞ്ഞുകൊണ്ട് മാളവി അതങ്ങനെ കാണിക്കുവാണ്. കാരണം അല്ലെങ്കിൽ അയാൾക്ക് സംശയം തോന്നുമല്ലോ, അതോർത്തിട്ട് മാത്രമാണ് മാളവിയെ അങ്ങനെ ചെയ്യുന്നത്. ഡേവിഡിന് പ്രത്യേകിച്ച് സംശയവും കാര്യങ്ങളൊന്നും തോന്നില്ല. ഈ സമയത്ത് മാളവിക കേട്ട കാര്യങ്ങളൊക്കെ പിന്നീട് പുറത്തു വന്നതിന് ശേഷം ആദർശനോട് വിളിച്ചു പറയാണ്, അവിടെ ഒന്നുമല്ല പുറത്തിറങ്ങിയിട്ടാ, അവിടെ മൊത്തം ക്യാമറയും കാര്യങ്ങളൊക്കെ അല്ലേ, എങ്ങാനും അവിടെ നിന്ന് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പണി പാടുമല്ലോ. അങ്ങനെ പുറത്തു വന്നിട്ട് കാര്യങ്ങൾ പറയാണ്. ഇതിനു മുകളിൽ ആരോ ഉണ്ട്, അവരോട് ഉപദേശം തേടുന്ന കേട്ടു. അത് കേട്ടപ്പോ ആദർശ് പറഞ്ഞു, അയാൾ ആരാന്ന് കണ്ടെത്തണം. ഒരു പക്ഷെ ആ നമ്പർ ഇതുവരെയായിട്ടും ട്രാക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞു. മാളവി പറഞ്ഞു, സാരമില്ല ആദർശ് സാറേ, അധികം വൈകാതെ നമുക്കത് കണ്ടെത്താം. ഇയാൾക്ക് മുകളിൽ ഒരാളുണ്ടെന്നുള്ള കാര്യം ഉറപ്പായി. പിന്നെ നവ്യനെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന കേട്ടെന്ന് പറഞ്ഞു. നവ്യനെ കുറിച്ചോ? അതെ, ക്ലൈമാക്സ് എത്തിക്കഴിയുമ്പോഴത്തേനും പിന്നെ അവൾ ഇവിടെ ഉണ്ടാവത്തില്ലെന്ന്. അത് കേട്ടുകഴിഞ്ഞപ്പം ആദർശന് തോന്നി, അപ്പം നവ്യനെ ആദ്യം അങ്ങോട്ടേക്ക് എടുത്തിരിക്കുന്നതിന്റെ പിന്നിൽ വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ട്. ഒന്നും കാണാതെ ഒന്നും ചെയ്യത്തില്ല. അപ്പൊ ഒന്നും അറിയത്തില്ലാതെ അല്ല നവ്യനെ അങ്ങോട്ട് എടുത്തിരിക്കുന്നേ. മനഃപൂർവ്വം എന്തൊക്കെയാ കരുതി കൂട്ടിയെന്നുള്ള കാര്യം മനസ്സിലായി. പിന്നീട് മാളവിക കേട്ട കാര്യങ്ങളൊക്കെ ആദർശനോട് പറയുന്നുണ്ട്. ഇതേ സമയം അഭി ഭയങ്കര ടെൻഷനില്ല. അഭിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ദൈവമേ, നവ്യ മുറിയിലേക്ക് കയറി പോയിട്ടുണ്ട്. ഇനി എങ്ങനെ മുറിയിലേക്ക് ചെല്ലുന്നേ? അവള് തനിക്ക് ഒന്നെങ്കിൽ വിഷം തന്നു കൊല്ലും, അല്ലെങ്കിൽ മിക്കവാറും കത്തി കുത്തി കയറ്റും തന്നെ നെഞ്ചത്ത്. അതൊക്കെ ഓർത്തപ്പോ ടെൻഷൻ. ഒടുവിൽ ജലജ പറഞ്ഞു, എടാ നീ ഇവിടെ നിന്നിട്ട് കാര്യമില്ല, മുറിയിലേക്ക് ചെല്ലാൻ നോക്ക്. എന്റെ അമ്മ, ഞാൻ ഇങ്ങനെ പോന്നേ, നീ പോയില്ലെങ്കിലടാ അവൾക്ക് സംശയം തോന്നേ. അത് നിനക്ക് അറിയില്ലേന്ന് ചോദിച്ചു. അമ്മയ്ക്ക് ഇത് പറയാ, എന്റെ അവസ്ഥ എനിക്കല്ലേ അറിയുള്ളൂ. ഒരു കാര്യം ചെയ്യാ, ഞാൻ ഇന്ന് അവിടെ വന്ന് അമ്മയുടെ മുറിയിൽ കടന്നോളാന്ന് പറഞ്ഞു. പിന്നെ എന്റെ മുറിയില് എന്നിട്ട് വേണം അവള് പാതിരാത്രി കുറ്റിയും പറിച്ച് എന്റെ അടുത്തേക്ക് വരാനായിട്ട്. എടാ, എന്നെ കൂടെ നീ കൊലയ്ക്ക് കൊടുക്കുമെന്ന് ചോദിച്ചു. അമ്മേ, ഇങ്ങനൊന്നും പറയില്ലെന്ന് പറഞ്ഞു. നീ തന്നെ അനുഭവിച്ചാൽ മതി, എനിക്ക് പറ്റുമൊന്നുമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ജലജ അങ്ങോട്ടേക്ക് പോയി. നവ്യ ആകെ പാടെ വെപ്രാളപ്പെട്ട് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. നവ്യയുടെ അടുത്തേക്ക് വന്നാൽ നവ്യ എന്താ പറയണമെന്നും അറിയില്ല. ഈ സമയം കനക നയനയെ വിളിച്ചു. നയനയെ വിളിച്ച് കാര്യങ്ങൾ തിരക്കഴിഞ്ഞപ്പോ നയന പറഞ്ഞു, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, നവ്യേച്ചി വീട്ടിലുണ്ട്, ഇതുവരെയായിട്ടും കുഴപ്പങ്ങളൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് പറഞ്ഞു. കനക പറഞ്ഞു, ഇപ്പോഴാണ് എനിക്കൊരു സമാധാനമായത്. ചിലപ്പോൾ അവൾ ഇനി വിശ്വസിച്ചിട്ടില്ലയോ എന്ന് എനിക്ക് സംശയമുണ്ട്. അത് കേട്ടപ്പോ നയന പറഞ്ഞു, ആ കാര്യത്തിൽ എനിക്ക് സംശയമുണ്ടമ്മേ. ചിലപ്പോൾ നവ്യേച്ചി വിശ്വസിച്ചിട്ടുണ്ടായിരിക്കില്ല ഈ കാര്യങ്ങളൊന്നും, അതുകൊണ്ടായിരിക്കും അവയോട് ചോദിക്കാതിരിക്കുന്നത്. അതോ ഇനിയിപ്പോ സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞിട്ട് ചോദിക്കാനിരിക്കുവാണോന്നും അറിയില്ല. ആ സമയത്ത് നവ്യ ഇങ്ങനെ ആലോചിക്കുകയാണ്.
ഡേവിഡ് സാറ് പറഞ്ഞ പോലെ അതൊരിക്കലും അബിയുടെ കുഞ്ഞായിരിക്കില്ല. അല്ല, DNA ടെസ്റ്റ് നടത്തി നോക്കുമ്പോൾ അറിയാലോ കാര്യങ്ങളുടെ സത്യാവസ്ഥയൊക്കെ. പക്ഷെ തനിക്കിട്ട് പണി കിട്ടാൻ പോവാന്നുള്ള കാര്യം നവ്യക്കറിയില്ല. DNA ടെസ്റ്റാന്ന് പറഞ്ഞ് സാമ്പിൾ കൊണ്ടേ കൊടുത്തു കഴിയുമ്പോൾ അവരത് പോലും DNA ടെസ്റ്റിന് പോലും അയക്കാതെ കള്ളത്തരം പറയുള്ളൂ. അറിയാലോ നാഗേൻ തന്നെ അത് അബിയുടെ കുഞ്ഞാന്നുള്ള കാര്യം. പിന്നെ പ്രത്യേകിച്ച് DNA നടത്തേണ്ട കാര്യമില്ലല്ലോ. നവ്യ വിചാരിച്ചുകൊണ്ടിരിക്കണേ തന്നെ സഹായിക്കാനായിട്ട് ഡേവിഡിന് പറ്റുമെന്നാണ്. ആ ഒരു വിശ്വാസത്തിലാണ് നബി ഇരിക്കുന്നത്. ആ സത്യങ്ങളും കൂടെ അറിഞ്ഞിട്ട് മതി ഇനിയിപ്പം അബീനെ കുറ്റപ്പെടുത്തുന്നത്. അല്ലാതെ താൻ ഒരു കാരണവശാലും എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കരുത് എന്നൊക്കെയായിരുന്നു നവ്യയുടെ മനസ്സിലെ ചിന്തകൾ. പിന്നീട് കുറെ സമയം കഴിഞ്ഞപ്പോൾ അബി മുറിയിലേക്ക് വന്നു. നവ്യ അബിയെ മൈൻഡ് പോലും ചെയ്തില്ല. നവ്യ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് അബിക്ക് ഒരു സമാധാനം വന്നേ. അബി പതുക്കെ അവിടെ കിടക്കണം. പക്ഷെ കിടന്നാലും ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അബി പതുക്കെ ഒന്ന് മയങ്ങിയ സമയത്ത് അബി പെട്ടെന്നൊരു സ്വപ്നം കാണുന്നേ. കാരണം നവ്യ വന്ന് തന്നെ ചോദ്യം ചെയ്യുന്നേ. എടാ സത്യം പറയടാ, നിന്റെ കുഞ്ഞാണോ ചന്തുമോള്? നവ്യെ അത് പിന്നെ ഞാന് സത്യം പറഞ്ഞു. അല്ല നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞു. ഇത്രയും കാലം നീ എന്നെ വഞ്ചിക്കുമായിരുന്നില്ലേ? അപ്പൊ ഇത്രയും കാലം നിന്നോടൊപ്പം ഞാൻ ജീവിച്ച് വെറുതെ ആയിരുന്നില്ലേടാ? നീ എന്താ പറഞ്ഞേ? ആദർശയുടെ കുഞ്ഞാന്ന് പറഞ്ഞ് ആദർശയുടെ തലയെ കെട്ടിവെച്ചില്ലേ? നിന്നോട് പലപ്പോഴും ഞാൻ ചോദിച്ചിട്ടുണ്ട് ആ കുഞ്ഞ് ആരുടെയാ എന്താന്നൊക്കെ. അപ്പൊ നീ എന്താ പറഞ്ഞത്? ആദർശേന്റെയാന്ന്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അഭി പറഞ്ഞു, നവ്യെ നീ കൂടുതലൊന്നും പറയണ്ട, എനിക്ക് സത്യാവസ്ഥ മാത്രം അറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ കോളറിന് അങ്ങോട്ട് കയറി കുത്തിപ്പിടിക്കുകയാണ്. നീ സത്യം പറഞ്ഞു, അതാ നിനക്ക് നല്ലതെന്ന് പറഞ്ഞു. പിന്നെ ഒരു കത്തി എടുത്ത് അങ്ങോട്ട് കാണിക്കുകയാണ്. സത്യം പറഞ്ഞില്ല നീ തീർക്കുമെന്നും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് അഭി പറഞ്ഞു, നവ്യെ എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാ. അബദ്ധോ? അതെ, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാ. പെട്ടെന്ന് നവ്യ തന്റെ കയ്യിൽ നിന്ന് കത്തി വെച്ച് ഒറ്റ കുത്തായിരുന്നു. അബി അയ്യോന്നും പറഞ്ഞൊരു ചാടി എഴുന്നേറ്റു. സ്വപ്നം കണ്ടതായിരുന്നു. സ്വപ്നം കണ്ടാന്ന് പോലും വിശ്വസിക്കാൻ പറ്റിയില്ല. ഈ സമയത്ത് നവ്യ ഉറങ്ങുന്ന കണ്ടു. ദൈവമേ, അവൾ ഉറങ്ങുവാണല്ലോ. ഭാഗ്യത്തിന് അവൾ അറിഞ്ഞിട്ടില്ല. പിന്നെ അബിക്ക് അവിടെ കിടക്കാൻ തോന്നിയില്ല. അബി എഴുന്നേറ്റ് നേരെ ജലജയുടെ മുറിയിലേക്ക് പോയി കഥയെ മുട്ടുവാണ്. ജലജ ഉറക്കപ്പിച്ചോടെ എഴുന്നേറ്റ് വന്നു. എന്താടാ ഈ പാതിരാത്രിയില? മനുഷ്യനെ ഉറങ്ങാനും സമ്മതിക്കില്ലേ? എന്റെ അമ്മേ, ഞാനൊരു സ്വപ്നം കണ്ടെന്ന് പറഞ്ഞു. സ്വപ്നം? എന്തോ സ്വപ്നം? ഓ, സ്വപ്നമാന്ന് പോലും വിശ്വസിക്കാൻ പറ്റില്ല. ആ നവ്യ എന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് എന്റെ നെഞ്ചത്ത് കുത്തിയിറക്കുന്ന സ്വപ്ന കണ്ടേന്ന് പറഞ്ഞു. എടാ, സത്യങ്ങൾ അറിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്ന അതാ. അതിനകത്ത് വലിയ പുത്തിരി ഇല്ലാന്ന് പറഞ്ഞു. അമ്മ ഇങ്ങനെ പറയല്ലമ്മേ, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, അതാ ഞാൻ എഴുന്നേറ്റ് വന്നേ. എടാ, നിനക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, നീ എവിടെയെങ്കിലും പോയിരിക്കുക. വേറുള്ളവന്റെ ഉറക്കം കളയേണ്ട കാര്യമുണ്ടോ? രാവിലെ എഴുന്നേറ്റ് എനിക്ക് അടുക്കളയിലേക്ക് കയറണ്ട. നിനക്ക് ഉറക്കം വരുന്നില്ലെന്നും പറഞ്ഞിരിക്കാം. പക്ഷെ എന്റെ അവസ്ഥ അതല്ലെന്ന് പറഞ്ഞു. അമ്മേ, അവള് സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ അമ്മേനെ വെറുതെ വിടാൻ പോകുന്നില്ല. എടാ, അതിന് ഞാനെന്ത് തെറ്റാടാ ചെയ്തേ? അമ്മ തെറ്റൊന്നും ചെയ്തിട്ടില്ല, എന്നാലും ഇതേ മിണ്ടാതെ പോയിക്കോ, മനുഷ്യന്റെ സമാധാനം കളയാനായിട്ട് പോയി കിടന്ന് ഉറങ്ങടാന്നൊക്കെ പറഞ്ഞ് ചീത്ത പറഞ്ഞു. പക്ഷെ അബിക്ക് മുറിയിലേക്ക് പോകാൻ പേടിയായിരുന്നു. താനെങ്ങാനും ഉറങ്ങിക്കിടക്കണ സമയത്ത് ഇനി അവള് കത്തി വെച്ച് കുത്തിയാലോ എന്നോർത്തിട്ട് അബി അവിടെ ഹാളിലിരിക്കുവാണ്. പേടിച്ചിട്ടിരിക്കുവാണ്. എങ്ങാനും തനിക്കിട്ട് പണി കിട്ടിയാലോ എന്നൊക്കെ ഓർത്തിട്ട്. ഇതേ സമയത്ത് നവീന് ഉറക്കമില്ലാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. നവീന്റെ മനസ്സിലേക്ക് നന്ദുന്റെ മുഖം വന്നു. ദൈവമേ, എങ്ങനെയാണ് ഇനിയിപ്പോൾ അവളോട് അവന്തികയോട് സത്യങ്ങളൊക്കെ തുറന്നു പറയുന്നത്? എത്രയും പെട്ടെന്ന് സത്യങ്ങളൊക്കെ തുറന്നു പറയണം, അല്ലെങ്കിൽ തനിക്കിട്ട് പണി കിട്ടും. അവൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത്. നാളെങ്കിൽ നാളെ അവളെ കണ്ട് നേരിട്ട് കാര്യങ്ങളൊക്കെ പറയണം. ഇനി അത് വെച്ച് താമസിപ്പിച്ചുകൂടാ. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ തന്റെ ജീവിതത്തെ ബാധിക്കുന്ന കാര്യമാണ്. സത്യങ്ങളൊക്കെ ഇപ്പൊ പറഞ്ഞില്ലെങ്കിൽ അവസാനം കല്യാണത്തോടടുത്ത് കഴിയുമ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് സഹിക്കാൻ പറ്റില്ല. അനന്തപുരിക്കാരോട് താൻ ചെയ്യുന്ന ചതിയാണ്. അതുകൊണ്ട് നാളെ തന്നെ അത് അവന്തിയോട് പറയാൻ തന്നെ തീരുമാനിച്ചു. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.